ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ചമ്മന്തിയാണ്. ലീല ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീൻ ചമ്മന്തിക്ക് വേണ്ടുന്ന ചെമ്മീൻ ഇവിടെ ചെമ്മീൻ്റെ തലയൊക്കെ പറിച്ച് കഴുകി വാരി വെയിലത്ത് വെച്ച് ഉണങ്ങി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടുന്ന തേങ്ങായ, വറ്റൽമുളക്, ഉപ്പ്, ഇത്രയും സാധനം മതി ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ. നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുന്ന തീ കുറച്ചിട്ട് ഇച്ചിരി ഏറെ നേരം നല്ലപോലെ ഒരു 5 മിനിറ്റ് വറുത്താൽ മതി. ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ല കളറുള്ള ചെമ്മീനാണ്, പുതിയ ചെമ്മീനാണ്. ഇത് തീ കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇപ്പോൾ ചെമ്മീൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീയൊന്ന് നിർത്തിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തവി വെച്ചിങ്ങനെ ഒന്ന് ചെറുതായിട്ടിങ്ങനെ ഒന്നാക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാലും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കോളൂ. അതിനാണ് ഇതിങ്ങനെ വെക്കുന്നത്. ഈ ചിലരൊക്കെ പഴയ കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഇത് ചിരട്ട വെച്ചിങ്ങനെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇത് ഇങ്ങ് പറഞ്ഞു വെക്കോളൂ. ഇപ്പം കണ്ടോ, നല്ല വൃത്തിയായില്ലേ. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിങ്ങനെ തവി വെച്ചിങ്ങനെ ഞെരുക്കി ഒന്ന് വിടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചിരട്ട വെച്ചാണ് ചെറുതായിട്ട് നമുക്ക് വിടുവാണെങ്കിൽ ഇതിൻ്റെ ഈ കാലും ഇങ്ങനെ ഈ പൊടി അടി വരും. ഇതങ്ങ് കളയാൻ മതി. മതി. ഇപ്പോൾ എടുത്തു വെച്ച വറ്റൽമുളക് ചീനച്ചട്ടിക്കകത്ത് മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു തുള്ളി എണ്ണയും കൂടി ഒഴിച്ച് നമുക്കതൊന്ന് വറുത്തെടുക്കാം. മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കൂടി ഒന്ന് ചിരണ്ടി എടുക്കാം. അതിന് നമ്മൾ ചെമ്മീൻ ചമ്മന്തിക്കുള്ള തേങ്ങ ആവശ്യത്തിനുള്ള ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് മിക്സിയുടെ ജാറിലേക്കൊന്നിടാം. മുളക് തന്നെ ആദ്യം ഒന്ന് കറക്കിയെടുക്കാം. മുളക് ഒത്തിരി പൊടിഞ്ഞു പോകണ്ട. നമുക്ക് ചെമ്മീനും കൂടി ഇതിനകത്തോട്ടിടാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് കൊടുക്കാം. ചെമ്മീന് ചെറിയ ഉപ്പുണ്ട്, എന്നാലും ലേശ ഉപ്പിൻ്റെ കുറവുണ്ട് തേങ്ങയൊക്കെ ഇടുമ്പോൾ. ഈ തേങ്ങയും കൂടെ മണ്ടയിലോട്ടിടാം. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് കറക്കാം. ഒറ്റ കറക്ക് മതി. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പുതിയ വീഡിയോയായി വീണ്ടും കാണാം.